ചന്ദ്രനും മറഞ്ഞു, നിലാവും തെളിഞ്ഞു, ഏതേതു നേരമിന്നിലായി. ഈ വാനിൽ ഉയരും നിറങ്ങൾ പലതും ഏതേതു കാറ്റിനൊപ്പമായി. മിണ്ടാതെ പലതും മനസ്സിൽ വച്ചു പതിയെ, അതാകെയുള്ളിലോ കുഴപ്പമായി. മിണ്ടുമ്പോൾ പതിവായി മറച്ചു വച്ചതൊരു നാൾ തിരിച്ചു വന്നിടാത്ത പട്ടമായി. തീരാതെ എല്ലാവർക്കും വളരെ സന്തോഷമുള്ളത് സായനം നേരത്തെ. പിന്നെല്ലാവരും ഞാൻ അറിഞ്ഞ അതേ സമയത്ത് എത്തിയ കുറേ പേരുണ്ട്. ഞാൻ ഇന്ന് രാവിലെ കുത്തിയിരുന്ന് മെസ്സേജ് അയച്ച് എനിക്ക് 6 മണിക്ക് തന്നെ എത്തണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് പാലിച്ച എല്ലാവർക്കും നന്ദി. ഇതിപ്പോ ഒരു സാധാരണ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാൾ ഒരുപാട് മേലെ സന്തോഷമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോരാടി നേടിയ ഒരു വിജയത്തിൻ്റെ ആഘോഷമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ചെറുതായിട്ട് കയ്യിൽ കാണിക്കാം. അങ്ങനെ വേണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു പോരാട്ടമായിരുന്നു, സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെയൊക്കെ അല്ലേ എന്നുള്ളത് തോന്നാം. പക്ഷെ അതങ്ങനെ അല്ല. ഞങ്ങളെ അടുത്തറിയുന്ന കുറേ പേര് ഇവിടെ ഉണ്ട്, കുറേ മുഖങ്ങൾ ഉണ്ട്. അപ്പം അവരുടെ അടുത്താണ് ഞാൻ പറഞ്ഞത് പ്രത്യേകം നേരത്തെ വന്നേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ പ്രഗ്നൻസി വീഡിയോസ്, പിന്നെ നമ്മുടെ മോള് ജനിച്ച വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഹിറ്റാകുന്ന സിനിമകൾ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഡയറക്ടറിനെ ഭയങ്കരമായിട്ട് പ്രശംസിക്കും അല്ലേ, ആ സിനിമ സെലിബ്രേറ്റ് ചെയ്യും. പക്ഷേ ആ സിനിമയുടെ പുറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നതിന് പിന്നിലും. ഒരുപാട് വിധി ഞങ്ങളെ ഒരുപാട് തളർത്താൻ ശ്രമിച്ചിട്ടും അതെല്ലാം ഓവർകം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പോരാടി നേടിയ വിജയമാണ്. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഫണ്ണി ആയിരുന്നു ആദ്യമൊക്കെ. വാള് വയ്ക്കുന്നു, അപ്പം നമുക്ക് പുതിയ എക്സ്പീരിയൻസ്. പക്ഷേ ആ വാള് വയ്പ്പ് എൻ്റെ മോളെ പ്രസവിച്ച് 4 മാസം വരെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പ്രസവിച്ച ശേഷം അപ്പം അതൊരിക്കലും ഒരു നോർമൽ കാര്യമല്ലല്ലോ. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി തുടങ്ങിയ കാലം തൊട്ട് അതുവരെ ഇങ്ങനെ നീണ്ടു നിന്നപ്പോൾ ഞാൻ പലരിടത്തും ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും പറയും ഇതൊക്കെ നോർമലാണ്, എല്ലാവർക്കും വരുന്നതാണ്. പക്ഷേ അങ്ങനല്ല കേട്ടോ. എനിക്ക് 100 പേരിൽ 10 പേർക്ക് മാത്രം വരുന്ന ഒരു തരം ഒരു അസുഖമാണെന്ന് തന്നെ പറയാം. അങ്ങനെ വൊമിറ്റ് ചെയ്ത് ഞാൻ ഡീഹൈഡ്രേറ്റ് ആയി ബോധം കെട്ട് വീഴുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ചുണ്ടൊക്കെ പൊട്ടി ചോരയൊക്കെ വന്ന് നൊരയും പതയും ഒക്കെ വന്ന് അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു സമയമാണെന്ന് അപ്പം കരുതി. പക്ഷേ അതിലും ഡാർക്കായിട്ടുള്ള കാര്യമായിരുന്നു പിന്നീട് വന്നുകൊണ്ടിരുന്നത്. 5 മാസമായപ്പോൾ എൻ്റെ അമ്മ ഹാർട്ടിന് പ്രശ്നമായിട്ട് ICUയിൽ അഡ്മിറ്റായി. അപ്പം ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു 5 മാസം പ്രഗ്നൻ്റ് ലേഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. പക്ഷെ നമ്മൾ അതും ഓവർകം ചെയ്തു. ICUയിൽ പോയി നിൽക്കേണ്ട അവസ്ഥയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഫേസ് ചെയ്തു. അതും കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്തൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അമ്മയാണ് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. അപ്പം അമ്മ വയ്യാതായപ്പം എനിക്ക് പിന്നെ ക്രേവിങ്സോ അങ്ങനെയൊന്നും പറയാനൊന്നും ആരുമില്ല. അപ്പം ആ സമയത്ത് എൻ്റെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഇപ്പം ഇവിടെ ഇല്ല, പക്ഷെ ചേച്ചി അറിയുന്ന കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ആ ചേച്ചി ഇങ്ങനെ എൻ്റെ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിലെ ചേച്ചിയാണേ. പക്ഷെ ആ ചേച്ചി എനിക്കൊരു അമ്മയെ പോലെ വീട്ടിൽ വന്ന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടല്ല, ഇങ്ങോട്ട് വന്ന് എനിക്ക് ഉണ്ടാക്കി തന്ന് അങ്ങനെ ടേക്ക് കെയർ ചെയ്തു.
അപ്പോൾ ആ ചേച്ചിക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. എൻ്റെ സ്കൂളിൽ എൻ്റെ ചേച്ചിയായിരുന്ന പുഷ്പ ചേച്ചിയാണ്. ഇപ്പോൾ ഗ്രീൻ വാലി ഇൻ്റർനാഷണൽ സ്കൂളിൽ ആ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ ചേച്ചി വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞു എൻ്റെ അമ്മ വീട്ടിൽ വന്നു, പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയെന്ന് വിചാരിച്ചു. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. പെട്ടെന്ന് എനിക്ക് 7 മന്ത് ആ ഒരു ഫങ്ഷൻ നടത്താനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്ത സമയത്ത് എൻ്റെ അമ്മ പെട്ടെന്ന് പോയി, ഞങ്ങളെ വിട്ടിട്ട് പോയി. ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് എന്തോ മാത്രം ട്രോമയായിരിക്കും അത് കാരണം ഉണ്ടാകുന്നതല്ലേ, നോർമൽ ഒരു വ്യക്തി. പക്ഷെ അവിടെയും എന്നെ പിടിച്ചു നിൽക്കാൻ സഹായിച്ച 1-2 മുഖങ്ങളുണ്ട്. മോളെ, ഇതെല്ലാവർക്കും സംഭവിക്കും. എൻ്റെ അമ്മ പോയി എന്നുള്ളത് ഞാൻ അറിയുന്നത് ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്താണ്, സ്കാനിങ് കഴിഞ്ഞ സമയത്താണ്. അപ്പോൾ ഫോൺ വരുന്നു, ഞാൻ ബഹളം വയ്ക്കാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ വരുമ്പോൾ അവിടെ ഒരാൾ, ഈ ഒരു ഇൻസിഡൻറ്റ് മുന്നേയും ആ വ്യക്തി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഇനി എന്നും അണ്ടിൽ മൈ ഡെത്ത് എൻ്റെ മനസ്സിൽ സ്ഥാനമുള്ള വ്യക്തിയാണ്, എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുള്ള വ്യക്തിയാണ്. അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മോളെ, മക്കളെ, ഇത് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും, പക്ഷെ നിനക്ക് ഇങ്ങനൊരു സാഹചര്യത്തിലായിപ്പോയി, നീ ജീവിച്ചേ മതിയാവുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ഭക്ഷണം ആരും കാണാതെ, കാരണം എൻ്റെ കുഞ്ഞമ്മമാരൊക്കെ വിഷമിച്ചിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് ഭക്ഷണം തരണം, ഞാൻ പ്രഗ്നൻ്റ് അല്ലേ. ആരും കാണാതെ എന്നെ ചേട്ടനെ കൊണ്ട് ഫുഡ് വാങ്ങിപ്പിച്ച് അടുക്കളയിൽ കൊണ്ടുപോയി തന്ന് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഫുഡ് കൊണ്ട് തന്ന ഒരാളിവിടെ ഉണ്ട്. ആ ആള് വേറെ ആരുമല്ല, എൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്ത സിനി ടീച്ചറാണ്. സിനി ടീച്ചറെ ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഇതൊക്കെ നന്മയുടെ മുഖങ്ങളാണ്. നന്മ എന്ന് പറയുന്ന കാര്യം ഇല്ല എന്ന് പറയാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ അങ്ങനെയല്ല, നന്മയുള്ള മനുഷ്യരിപ്പോഴും ഈ ലോകത്തുണ്ട്, നമ്മൾ കണ്ടുപിടിക്കണം. സോ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച 1-2 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ ഒരാൾ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത് അത് കഴിഞ്ഞ് അപ്പം 5 മാസം 7 മാസത്തിലാണ് ഈ സംഭവം. അപ്പം 7 മാസത്തെ ചടങ്ങ് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തിൽ ഞാൻ ഇരിക്കുകയാണ്. അമ്മ പോയല്ലോ എന്നുള്ള വിഷമത്തിൽ സർപ്രൈസായിട്ട് അതും എൻ്റെ കൊളീഗായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ കൊളീഗല്ല, ഷീസ് മൈ ഫാമിലി, ഷീസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ഞങ്ങളെ അത്ത എന്നാണ് വിളിച്ച് പഠിപ്പിക്കുന്നത്, ബിക്കോസ് ഷീസ് തമിഴ്. എനിക്ക് സർപ്രൈസായിട്ട് വളകാപ്പ് നടത്തി 7-ാം മാസത്തിൽ. അപ്പോൾ അത് ആ ഫാമിലി തന്നെ ഉണ്ട്. പ്ലീസ് ഒന്ന് എണീറ്റ് നിൽക്കാമോ? എൻ്റെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന 3 പേരാണ്. എൻ്റെ സ്റ്റുഡൻ്റാണ് ജഷു, എൻ്റെ കൊളീഗാണ് ഐശ്വര്യ, ബാബച്ചേട്ടൻ. ഇവർ 2 പേരുടെയും കൂടെ നമ്മളെ വേണ്ടപ്പെട്ട ആളായി. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്. അടുത്ത് വീണ്ടും ഞങ്ങൾക്ക് കൂടെ വേറൊരാളൂടെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരി ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ചോയ്സ് ആയിരുന്നു ഷർമി മാം. പുള്ളിക്കാരി വരികയാണെങ്കിൽ പുള്ളിക്കാരിയും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ 7-ാം മാസത്തെ ചടങ്ങൊക്കെ ചെയ്തു. ലൈഫ് ഇങ്ങനെ തത്തിപ്പൊത്തി ഞാൻ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ജീവിച്ച് ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. കാരണം 2 പേരെ കുറിച്ച് എനിക്ക് എക്സ്ട്രാ പറയാനുണ്ട്, അത് ലാസ്റ്റ് പറയാം. അപ്പം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ പോകുന്നു. 9-ാം മാസമൊക്കെ ആയി, 10 മാസമായി. ഡെലിവറിക്ക് പോകാനൊക്കെ ഇങ്ങനെ റെഡി ആവുകയാണ്. ഡെലിവറി ആ ദിവസമായി കേട്ടോ, ഫെബ്രുവരി 10-ാം തീയതി. അവിടെ ചെന്നു, പെയിൻ സ്റ്റാർട്ട് ചെയ്തു, പ്രസവിക്കുന്നില്ല. 2ാമത്തെ ദിവസമായി, പെയിൻ സഹിക്കുന്നു, പ്രസവിക്കുന്നില്ല. അപ്പം ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു തുടങ്ങി, ഇത്രയൊന്നും ആരും ബെയർ ചെയ്യില്ല, നമുക്ക് C-സെക്ഷൻ എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നോ, ഞാൻ നോർമൽ ഡെലിവറിയെ പറ്റുള്ളൂ എനിക്കെന്ന് പറഞ്ഞു. അവസാനം ഫെബ്രുവരി 12-ാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് തന്നെ മനസ്സിലായി, തനിയെ ബോധമൊക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയി, C-സെക്ഷൻ വേണം. അങ്ങനൊരു എമർജൻസി C-സെക്ഷനിലൂടെയാണ് നമ്മുടെ നാണിക്കുട്ടി ഈ ലോകം കാണുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും ധൈര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു മൊമെൻറ്റിലാണ്. ഇത്രയും പെയിൻ സഹിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വരും. അപ്പം നാണിക്കുട്ടിയെ കണ്ട ഇമോഷൻ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് മിക്സഡ് ഇമോഷൻ എന്നൊരു കാര്യം ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് നാണിക്കുട്ടി ആദ്യമായിട്ട് കണ്ടപ്പോഴാണ്. കാരണം എനിക്ക് കരയണോ ചിരിക്കണോ, നമ്മൾ മരവിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥ.
എൻ്റെ കണ്ണ് നിറയുന്നു, ഞാൻ പൊട്ടിച്ചിരിക്കുന്നു, ഞാൻ ഡോക്ടറെ തൊഴുന്നു, താങ്ക്സ് പറയുന്നു, എന്തൊക്കെയോ കാണിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഹോസ്പിറ്റൽ ബില്ലടയ്ക്കണമല്ലോ. നമ്മളൊരു എമർജൻസി സി സെക്ഷനൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് സപ്പോർട്ടിന് വന്ന ചേട്ടൻ ഒരാളുടെ മുഖമേ മനസ്സിൽ വന്നോളൂ. ആ ഒരാളെ മാത്രമേ ചേട്ടൻ ഫോൺ ചെയ്തോളൂ. ആ ഒരാൾ ഓക്കെ എന്ന് മാത്രമേ പറഞ്ഞോളൂ. അത് അദ്ദേഹം ഇവിടെ ഇല്ല. ചേട്ടൻ്റെ ചേട്ടനാണ് ഹരിച്ചേട്ടൻ. ഹരിച്ചേട്ടനും പ്രിയ ചേച്ചിയും അന്ന് ഞങ്ങളോട് ഒപ്പം നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ നിൽക്കാൻ പറ്റിയത്. അവരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു അവരോട്. പിന്നെ അടുത്ത് മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. എനിക്കൊരു 3 മാസം പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് നമുക്കൊരു നാനോ കാറാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ സമയത്ത് നാനോ കാറിലെ AC നിങ്ങൾക്ക് അറിയാമല്ലോ, വലിയ തണുപ്പൊന്നും കാണുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഛർദ്ദിച്ച് കുഴഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കടയിൽ നിന്ന് ഒരു ജ്യൂസ് വാങ്ങിക്കാനായിട്ട് പോയി. അപ്പം പുള്ളിക്കാരനായിട്ട് നമ്മളൊരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കവർ പാല് വാങ്ങിച്ചാണ്. ആ കടയിൽ നമ്മൾ സ്ഥിരം പോയി ഒരു കവർ പാല് വാങ്ങും, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഇതിൽ പുള്ളിക്കാരൻ എന്നെ നമ്മളോട് ചേട്ടൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇനി ദേവതി മാം ടീച്ചർ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് വരുമ്പോൾ കാറ് നമുക്ക് തന്നാൽ മതി. അവരുടെ ആവശ്യം പോലും മാറ്റിവെച്ച് അവർ പല അവസരങ്ങളിൽ നമുക്ക് കാറ് തന്നിട്ടുണ്ട്. അത് ആരാന്ന് വെച്ചാൽ മിസ്റ്റർ ശങ്കർദാസ് SP മാർജിൻ ഫ്രീ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, ആൻഡ് ഹിസ് വൈഫ് അരുണ. അപ്പം ഇവർ രണ്ടുപേരും. പിന്നെ അല്ലാതെ കുറച്ച് പേരോട് എനിക്ക് താങ്ക്സ് പറയണം. അവരാരും ഇവിടെ ഇല്ല കേട്ടോ. എങ്കിലും അവർക്ക് താങ്ക്സ് പറയുമ്പം അവർ കേൾക്കണം എന്നില്ലല്ലോ. നിങ്ങളോടാണല്ലോ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്ന് ഞാൻ അറിയിക്കേണ്ടത്. എൻ്റെ ഫ്രണ്ട്, എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ആതിര. അവളുടെ ഉമ്മ, അവളുടെ മദറിലോ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നു കൊടുത്തോളുമായിരുന്നു. എനിക്ക് രാത്രി കൊണ്ടുതരുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ജഷുവിനെ പോലെ തന്നെ ധ്യാൻ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. പുള്ളിയുടെ ഫാമിലി അവരും എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ട് തരുമായിരുന്നു രാത്രി. പിന്നെ എൻ്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട്, പക്ഷെ ഇവിടെ ഇല്ലാന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കും. അവൾ പറഞ്ഞു അവൾ ഇൻട്രോവേർട്ടാണ്, അവൾ ലേറ്റായിട്ടേ വരുള്ളൂ എന്ന്. വരുമ്പോൾ പക്ഷെ ഇവിടെ നിർത്തി ഞാൻ കാണിക്കും. ആരതി എന്നാണ് പേര്. പുള്ളിക്കാരിയുടെ അമ്മ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും പേരോട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ 2 വ്യക്തികൾ ഞാൻ പറയുമെന്ന്. ആ 2 വ്യക്തികൾ ഞാൻ ഇന്ന് എൻ്റെ അമ്മ മരിച്ചിട്ടും അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തു തന്നേനെ, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ പോകാമായിരുന്നു, അങ്ങനൊന്നും എനിക്ക് ചിന്തിക്കേണ്ട ഇടം വന്നിട്ടേ ഇല്ല എൻ്റെ അമ്മ പോയിട്ട്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ അമ്മയ്ക്ക് 2 സഹോദരിമാരുള്ളതുകൊണ്ട്. അതിലും എൻ്റെ അമ്മയുടെ ഏറ്റവും ഉള്ള അനിയത്തി എൻ്റെ ഉണ്ണിയമ്മ പ്ലീസ്. എൻ്റെ അമ്മ എനിക്ക് ചെയ്യേണ്ട എല്ലാ കാര്യവും എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എല്ലാം ചെയ്തു തന്നത് ഉണ്ണിയമ്മയാണ്. പിന്നെ അടുത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ 5 വയസ്സിന് ഇളയ ആളാണ്, ചെറിയ ആളാണ്. പക്ഷേ ലേബർ റൂമിൽ എനിക്ക് എൻ്റെ അമ്മ തരേണ്ട സപ്പോർട്ട് മുഴുവനും തന്ന ചേച്ചി, റിലാക്സ്, എല്ലാം നടക്കും. ഇതുവരെയും എൻ്റെ മോളെ ആണെങ്കിൽ പോലും ഒരു ദിവസം പോലും കണ്ടില്ലെങ്കിൽ ഒരു വെപ്രാളമാണ് ആളിനെ. എങ്ങനെ നമ്മൾ ഫോണൊക്കെ എടുത്തില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് നമ്മളെടുത്ത്, ഞാൻ മനഃപൂർവ്വം കാണിക്കുന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെ അപ്പം ഇപ്പോഴെൻ്റെ മോളെ ആണെങ്കിലും ഞാൻ രാവിലെ എൻ്റെ ഉണ്ണിയമ്മയുടെ അടുത്ത് പോയിട്ട് അങ്ങ് കൊടുക്കും. എനിക്ക് സുഖമാണ്, ഒന്നും ചെയ്യണ്ട. അപ്പം ഇവർ 2 പേരുമാണ് എൻ്റെ ലൈഫിൻ്റെ ഇന്നെവിറ്റബിൾ പാർട്ട്. പിന്നെ എനിക്ക് ലാസ്റ്റ് ആയിട്ട് താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ താങ്ക്സ് പറയണം. ഞാൻ ലൈഫിൽ ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്, ഉറക്കമില്ലായ്മ, നമുക്കറിയാലോ പോസ്റ്റ്മോർട്ടം, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. ആ സമയത്ത് ഒരുപാട് ഞാൻ ഷൗട്ട് ചെയ്തിട്ടുണ്ട്, വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ബഹളം വെച്ചിട്ടുണ്ട്. അതെല്ലാം സഹിച്ചിട്ടും ഇന്ന് ഈ ഫംഗ്ഷന് എൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഈ മഹത് വ്യക്തിത്വത്തിനോടും ഞാൻ താങ്ക്സ് പറയുന്നു.
പിന്നെ എന്നെ ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രഗ്നൻസിയിലും ആഫ്റ്റർ ഡെലിവറിയും ഒക്കെ എനിക്ക് ഒരുപാട്, സത്യം പറഞ്ഞാൽ എൻ്റെ അത്രയും പലഹാരം കഴിച്ച ഒരു ഗർഭിണി പോലും ഈ കേരളത്തിൽ ഇല്ലാന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് എനിക്ക് വരുന്ന ഇല്ല വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വന്നവർക്കെല്ലാം ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊടുത്തു വിടും. എന്നിട്ട് അടുത്ത് എനിക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തോ പറയാനുണ്ട്, കൊടുക്കാം. അപ്പം അന്നും ഇന്നും ഞങ്ങളോട് അതേ സ്നേഹവും അതേ പരിഗണനയും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയാതെ ഞങ്ങളുടെ നാണിക്കുട്ടിയുടെ 1ാം പിറന്നാൾ ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഓരോരുത്തരായിട്ട് വന്നായിരുന്നു. അതിൽ ആദ്യം എൻ്റെ ഇൻട്രോവേർട്ട് ഫ്രണ്ടിനെ ഞാൻ വിളിക്കുകയാണ്. അവിടെ ഇൻട്രോവേർട്ട് ആരതി, വേഗം വാ. എൻ്റെ ഏറ്റവും ബെസ്റ്റസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഒരു വലിയ ക്ലാപ്പ് കൊടുത്തേ, എന്നാലേ ഇൻട്രോവേർട്ട് ആയിട്ടുള്ളതൊക്കെ മാറണമല്ലോ. അതാണ് അത് ഞാൻ പറയണേ. വേറൊരാളെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പുഷ്പ ചേച്ചി എന്ന് പറഞ്ഞില്ലേ, പുള്ളിക്കാരി ഒന്ന് എണീറ്റ് നിങ്ങൾക്ക് കാണട്ടെ. നിങ്ങളൊക്കെ നല്ല ആളുകളാണെന്നാണ് ഞാൻ പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പൊ ഇതാണ് പുഷ്പ ചേച്ചി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി നമ്മുടെ നാണിക്കുട്ടിയെ വന്ന് കാണാം കേട്ടോ. എല്ലാവർക്കും വന്ന് കാണാം. പിന്നെ എൻ്റെ നാട്ടിക്ക് 3 മാസം ഉള്ളപ്പോഴേ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് തന്നെ തയ്ക്കാൻ തരണം, ഞാൻ തന്നെ തയ്ക്കുമെന്ന് പറഞ്ഞ് ഈ ഫുൾ റിസ്ക് ഏറ്റെടുത്ത എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പം അവളെ ഞാൻ വിളിക്കുകയാണ്. നീയാമ്പൽച്ചലോടെ വിരിഞ്ഞേ നിന്നില്ലേ, അതിൽ തേനായി ഞാനില്ലേ. നീ മണിമഞ്ഞായി പെയ്തില്ലേ, നീൽപ്പീലി കണ്ണോടെ കഥ കേൾക്കാൻ ഞാനില്ലേ. കണ്ണിൽ കണ്ണിൽ ആരും കാണാ തീരം തേടാനുള്ളിനുള്ളിൽ മോഹം കൂടും നാളായി പോരോ വെൺതാരങ്ങൾ. കണ്ണും ചിമ്മി കാവൽ കനവിൻ പാടങ്ങൾ ഒന്നായി നീടി ഇനിയും നീ വൈകാനന്റെ കണ്ണിൽ കണ്ണിൽ തന 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 വെൺപാരം പോ തര 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 കണ്ണിൽ കണ്ണിൽ തന 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 ഉള്ളിനുള്ളിൽ. കുത്തക്കുത്തും കുത്തക്കും കുത്തക്കും കുത്തക്കും. ഈരാവിൻ പൂപ്പന്തൽ മേലെ നീ വന്നാൽ കണ്ണിൽ പൂക്കാലം. ഈ വാക്കാൽ തേനോട്ടം